പെട്ര എന്ന വിസ്മയം. അറേബ്യൻ മരുഭൂമിയിൽ ജോർദാനിലെ തെക്കുപടിഞ്ഞാറൻ പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പെട്ര എന്ന പുരാതന നഗരം പുരാതന നബാത്യൻ മികവിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. റോസ് റെഡ് നഗരം എന്നാണ് പെട്ര അറിയപ്പെടുന്നത്. അതിന് കാരണം പെട്ര സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ മലകളുടെ റോസും റെഡും കലർന്ന നിറമാണ്. ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും ഏകദേശം 230 കിലോമീറ്റർ അകലെ വാദി മൂസ എന്ന ചെറിയ പട്ടണത്തിന് വളരെ സമീപത്തായാണ് പെട്ര സ്ഥിതി ചെയ്യുന്നത്. ഊഷരമായ മരുഭൂമിയിലെ ഒരു വിസ്മയം തന്നെയാണ് പെട്ര. വേനലിൽ 50 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുകയും തണുപ്പുകാലത്ത് 0 താഴെ താഴുകയും ചെയ്യുന്ന പുല്ലുപോലും മുളയ്ക്കാത്ത ഈ മലമ്പ്രദേശത്ത് പ്രകൃതിയും മനുഷ്യനും ചേർന്ന് പുരാതന കാലത്ത് നിർമ്മിച്ച ഒരു പ്രതിഭാസം തന്നെയാണ് പെട്ര. ഇത് ഒരു യുനെസ്കോ ലോക പൈതൃക സൈറ്റും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഒന്നുമാണ്. പെട്രയുടെ ചരിത്രം പ്രാചീന കാലഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നീ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. എന്നാൽ നബാത്യൻ എന്ന ഒരു അറബ് ഗോത്രം ക്രിസ്തുവിനു മുൻപ് 4-ാം നൂറ്റാണ്ടിൽ പെട്രയെ അവരുടെ തലസ്ഥാനമാക്കി സ്ഥാപിച്ചു. അറേബ്യ, ഈജിപ്ത്, മെഡിറ്ററേനിയൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതയിൽ സ്ഥിതി ചെയ്യുന്ന പെട്ര അങ്ങനെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്നു. വാദി മൂസ എന്ന ചെറുപട്ടണത്തിലാണ് പെട്ര സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. വാദി മൂസ തന്നെ ഒരു മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്മാനിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ റോഡ് യാത്ര ചെയ്താലാണ് വാദി മൂസയിൽ എത്താൻ പറ്റുന്നത്. മൊത്തമായും മരുഭൂമിയിലൂടെയാണ് യാത്ര. വാദി മൂസയിൽ ധാരാളം താമസ സൗകര്യം ലഭ്യമാണ്. വാദി മൂസയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് പെട്രയിലെ കാഴ്ചകളുടെ തുടക്കം. പെട്രയുടെ എൻട്രൻസ് മുതൽ ഏറ്റവും മുകളിലുള്ള മൊണാസ്റ്ററി എന്ന് പറയുന്ന സ്ഥലം വരെ ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ ആദ്യത്തെ 1.5 കിലോമീറ്റർ ഒരു ഇടുങ്ങിയ ഇടനാഴിയാണ്. 2 വശത്തും കുത്തനെ നിൽക്കുന്ന പാറകൾ അല്ലെങ്കിൽ മലകൾ തുരന്നുണ്ടാക്കിയ ഒരു ഇടവഴിയാണ് ഇത്. സിക്ക് എന്നാണ് ഈ ഇടനാഴിയുടെ പേര്. ആ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് പെട്രയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം കാണാം. അതാണ് ട്രഷറി അഥവാ ഖജനാവ്. ട്രഷറി എന്നാണ് പേരെങ്കിലും ഇത് ഒരു ശവകുടീരമായിരിക്കാം എന്നാണ് പുരാവസ്തു വിദഗ്ധർ പറയുന്നത്. പെട്രയുടെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിലൊന്നാണ് അൽ ഖസാനെ അല്ലെങ്കിൽ ദ ട്രഷറി. ഈ മനോഹരമായ നിർമ്മിതി സിക്ക് എന്ന ഇടനാഴി കടന്ന് പുറത്തു വരുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. ട്രഷറിയുടെ സങ്കീർണമായ മുഖഭാവം അതിൻ്റെ ഹെലനിസ്റ്റിക് ഡിസൈനോടെ നബാത്യൻ വാസ്തുമികവിനെയും അവരുടെ കിഴക്കൻ പാരമ്പര്യങ്ങളെ ക്ലാസിക്കൽ സ്വാധീനങ്ങളുമായി ചേർക്കാനുള്ള കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നു. നബാത്യൻ നിർമ്മിതി എന്ന് പറയുമെങ്കിലും നമുക്ക് ഇതെല്ലാം ഒരു റോമൻ നിർമ്മിതിയായാണ് തോന്നുക. പെട്രയുടെ നഗര രൂപകൽപ്പന നബാത്യൻ പുരോഗമന എഞ്ചിനീയറിംഗ് കഴിവുകളുടെ സാക്ഷ്യപത്രമാണ്. നഗരം പകുതി പണിതതും പകുതി പാറയിൽ മുറിച്ചതുമാണ്. പാസേജുകളും ഇടുങ്ങിയ ഇടനാഴികളും നിറഞ്ഞ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ചാനലുകളും തുരങ്കങ്ങളും വെള്ളസംഭരണികളും എന്നിവയെല്ലാം അവർ നിർമ്മിച്ചു. ഒരു മികവുറ്റ ജലസംരക്ഷണ സംവിധാനവും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ സീസണലായി മാത്രം കിട്ടുന്ന പരിമിതമായ വെള്ളത്തെ നിയന്ത്രിക്കാനും സംരക്ഷിക്കാനും അവർ പഠിച്ചു. നഗരത്തിൻ്റെ പ്രധാന വീഥി വലിയ തൂണുകളാലും വലിയ ക്ഷേത്രങ്ങളും പൊതുകെട്ടിടങ്ങളും മാർക്കറ്റുകൾ എന്നിവയൊക്കെ നിറഞ്ഞതായിരുന്നു. ഗ്രേറ്റ് ടെമ്പിൾ പെട്രയിലെ ഏറ്റവും വലിയ ഘടനകളിലൊന്നായി ഇത് മതപരമായും സിവിക് ജീവിതത്തിനും കേന്ദ്രമായി പ്രവർത്തിച്ചു. സമീപത്തുള്ള റോമൻ തിയേറ്റർ കുന്നിൻ ചുവട്ടിൽ മുറിച്ചെടുത്തതാണ്. ആയിരക്കണക്കിന് പ്രേക്ഷകരെ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഇതേപോലുള്ള തിയേറ്റർ നിർമ്മിതികൾ റോമൻ സാമ്രാജ്യത്തിൽ സാധാരണമായിരുന്നു. പെട്രയുടെ സാംസ്കാരിക പ്രാധാന്യം അതിൻ്റെ വാസ്തു നേട്ടങ്ങളെക്കാൾ കൂടുതലാണ്. നഗരം ഒരു സാംസ്കാരിക സംയോജന കേന്ദ്രമായിരുന്നു എന്നാണ് പുരാവസ്തു രേഖകൾ പറയുന്നത്. നബാത്യൻ, ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ സ്വാധീനങ്ങൾ ഇവിടെ കൂടിച്ചേർന്നിരുന്നു എന്നും പറയാം. ഈ സാംസ്കാരിക സംയോജനം നഗരത്തിൻ്റെ കലാപരമായും വാസ്തു മതപരമായ ആചാരങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നു. പെട്ര ബൈബിളിലെ ചരിത്രത്തിലും പ്രത്യേക സ്ഥാനം പിടിക്കുന്നു. മോശ എന്ന പ്രവാചകൻ ഒരു പാറയെ അടിച്ച് വെള്ളം പുറപ്പെടുവിച്ച സ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു ഈ സ്ഥലം. പെട്രയ്ക്ക് ഈ പേര് ലഭിച്ചത് ഗ്രീക്ക് പദമായ പെട്ര എന്ന വാക്കിൽ നിന്നാണ്. ഗ്രീക്കിൽ പെട്ര എന്ന് പറഞ്ഞാൽ
പാറ എന്നാണ് അർത്ഥം. 1812 സ്വിസ് എക്സ്പ്ലോറർ ജോഹാൻ ലുഡിക് ബെർഹാർഡാണ് പെട്രയെ പുനരാവിഷ്കരിച്ചത്. അതിനുശേഷം ഇത് യാത്രക്കാരുടെയും ചരിത്രകാരന്മാരുടെയും പുരാവസ്തു വിദഗ്ധരുടെയും ഒക്കെ മനസ്സിനെ ആകർഷിക്കുന്ന സ്ഥലമായി മാറി. ഇന്ന് പെട്ര ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പെട്രയുടെ സമീപത്തുള്ള വാദി മൂസ എന്ന ആധുനിക പട്ടണം പുരാവസ്തു കേന്ദ്രത്തിലേക്കുള്ള ഗേറ്റ് വേയായി പ്രവർത്തിക്കുന്നു. സന്ദർശകർക്ക് നഗരത്തിലെ നിരവധി ശവകുടീരങ്ങളും ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും എല്ലാം സന്ദർശിക്കാം. പെട്ര ഒരു പുരാവസ്തു കേന്ദ്രം മാത്രമല്ല, മനുഷ്യ മികവിൻ്റെയും സാംസ്കാരിക കൈമാറ്റത്തിൻ്റെയും പ്രതീകമാണ്. അതിൻ്റെ മനോഹരമായ പാറ മുറിച്ച വാസ്തു, പുരോഗമന, എഞ്ചിനീയറിംഗ്, സമ്പന്നമായ ചരിത്രം എന്നിവ പുരാതന ലോകത്തെ ആർക്കും ആകർഷകമാക്കി കാണിച്ചു തരുന്നു. സിക്ക് എന്ന ഇടനാഴി കടന്ന് ട്രഷറിയുടെ മഹത്തായ മുഖഭാഗം നോക്കുമ്പോൾ നിങ്ങൾ പുരാതന വ്യാപാര പാതകളുടെ ഹൃദയത്തിൽ തിളങ്ങിയ ഒരു നഗരത്തിലേക്ക് അഥവാ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് യാത്ര ചെയ്തു എന്ന് തോന്നിപ്പോകുന്നു. അവിടെ നിന്നും പിന്നീട് 2 മലകൾക്കിടയിലുള്ള പ്രദേശത്തേക്കാണ് വഴി തുടരുന്നത്. ഇവിടെ 2 വശങ്ങളിലും ധാരാളം റോമൻ നിർമ്മിതികൾ കാണാം. വലിയ തിയേറ്ററും പുരാതന ക്ഷേത്രവും ശവകുടീരങ്ങളും ഒക്കെയുള്ള ഈ വഴി ഏകദേശം 2 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ നിർമ്മിതിയാണ് അൽ ദെയ്ർ അല്ലെങ്കിൽ ദ മൊണാസ്ട്രി. പർവ്വതത്തിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ പാറ മുറിച്ച സ്മാരകം ട്രഷറിയേക്കാൾ വലുതാണ്. മൊണാസ്ട്രിയുടെ ഭംഗിയുള്ള മുഖഭാഗം അതിൻ്റെ വലിയ തൂണുകളും വിശദമായ കൊത്തുപണികളും പാറ മുറിച്ച വാസ്തുവിദ്യയിൽ നബാത്യൻ കഴിവിനെ പ്രതിഫലിക്കുന്നു. റോമൻ നിർമ്മിതികൾ കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റം കയറിയാണ് നമുക്ക് മൊണാസ്ട്രിയിൽ എത്താൻ സാധിക്കുക. കുതിരയും കഴുതയും ഒക്കെ ലഭ്യമാണ് കുന്നുകയറാൻ. ഇത് ഏകദേശം 2 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. കയറ്റം തന്നെയാണ്. കയറി എത്തുന്നത് ഒരു മലമുകളിലാണ്. മറ്റ് നിർമ്മിതികൾ പോലെ തന്നെ മൊണാസ്ട്രിയും മല തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് അസാധാരണ വലിപ്പമാണ്. ട്രഷറി നിർമ്മിച്ചിരിക്കുന്ന മലയുടെ റോസ് നിറം ഈ മലയ്ക്കില്ല. അല്പം മഞ്ഞ കലർന്ന ഒരു വിളറിയ നിറമാണ് ഇവിടുത്തെ മലകൾക്കെല്ലാം. മൊണാസ്ട്രിക്ക് മുൻപിലായി വിശാലമായ മൈതാനം പോലെയൊരു സ്ഥലവുമുണ്ട്. മൊണാസ്ട്രിയോടുകൂടി പെട്രയുടെ കാഴ്ചകൾ അവസാനിക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് മലയിറങ്ങി മടങ്ങാം. തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ പെട്ര മ്യൂസിയത്തിൽ കയറിയത്. ഇത് പെട്രയുടെ പ്രവേശനം വഴി തുടങ്ങുന്നതിനു തൊട്ടു മുൻപായാണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാൻ്റെ സഹായത്തോടെയാണ് പെട്ര മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ പെട്രയുടെ ചരിത്രവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന നിരവധി പ്രദർശന വസ്തുക്കളുണ്ട്. പ്രാചീന പെട്രയുടെയും അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളുടെയും അവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിയും. അവരുടെ നിർമ്മിതികൾ, കലാവൈഭവം എന്നിവയെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ രൂപപ്പെടുവാൻ ഈ മ്യൂസിയം സഹായിക്കും. പെട്രയുടെ അതിമനോഹാരിതയും ചരിത്ര പ്രാധാന്യതയും അറിയാൻ ഈ മ്യൂസിയം സന്ദർശകർക്ക് ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. അടുത്തുള്ള കടകളിലെല്ലാം പെട്ര എന്ന തദ്ദേശീയമായ ബിയർ സുലഭമാണ്. പെട്രയുടെ പ്രവേശന കവാടത്തിനടുത്തായി തന്നെ ഫേമസ് ആയ ഹോട്ടലുകൾ ഇഷ്ടം പോലെയുണ്ട്. റേറ്റ് അല്പം കൂടുതലായിരിക്കുമെന്ന് മാത്രം. എന്നാൽ വാദി മൂസയിലെ ഏതാണ്ട് എല്ലാ ഹോട്ടലുകാരും ഡ്രോപ്പ് ആൻഡ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് ജോർദാൻ വിസ ഓൺ അറൈവൽ അനുവദിക്കുന്നുണ്ട്. എന്നാൽ അമ്മാനിലേക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ സർവീസ് ചെയ്യുന്നില്ല. അതിനാൽ GCCയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ട് വഴി ട്രാൻസിറ്റ് എടുക്കേണ്ടി വരും. എല്ലാവർക്കും ശുഭയാത്ര ആൻഡ് എ മെസ്മറൈസിംഗ് പെട്ര എക്സ്പീരിയൻസ് നേരുന്നു. നന്ദി, നമസ്കാരം.